നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വൈറലായ കുംഭമേള ഗേൾ മൊണാലിസ ബോസിലെക്കുറിച്ച് പുതിയ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ മൊണാലിസ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ആരെയും ഒന്ന് അമ്പരപ്പിക്കുന്നതാണ്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുതന്നെ പലതവണ ചൂഷണം ചെയ്തു എന്നാണ് മൊണാലിസ പറയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ? നമുക്ക് വിശദമായി നോക്കാം. സംവിധായകൻ സനോജ് മിശ്ര തന്നെ 10ഓളം തവണ മോശമായി സ്പർശിച്ചുവെന്നും ഇത് വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ആദ്യത്തെ സിനിമയല്ലേ, ക്ഷമിക്കൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നും മൊണാലിസ വെളിപ്പെടുത്തുന്നു. എന്നാൽ സനോജ് മിശ്രയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ലെന്ന് മനസ്സിലാക്കാം. 2025 ഏപ്രിലിൽ സനോജ് മിശ്രയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരു പെൺകുട്ടിയെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നതായിരുന്നു അന്നത്തെ കേസ്. ആ പെൺകുട്ടിയെ 3 തവണ അബോർഷൻ ചെയ്യിപ്പിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലുകളും പോലീസ് റിപ്പോർട്ടിലുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലമുള്ള വ്യക്തിയുടെ കൂടെയാണ് മൊണാലിസ ഇത്രയും കാലമുണ്ടായിരുന്നത്. സനോജ് മിശ്രയുടെ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണോ മൊണാലിസ ഫർമാൻ ഖാനൊപ്പം കേരളത്തിലേക്ക് ഒളിച്ചോടിയത് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ്. എല്ലാ കാര്യങ്ങളും സനോജ് മിശ്ര നിയന്ത്രിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നുള്ള മോചനമായിരിക്കാം ഈ വിവാഹമെന്ന് കരുതേണ്ടിവരും. എന്നാൽ പ്രായപൂർത്തിയായില്ല എന്ന ആരോപണവും മതം മാറിയുള്ള വിവാഹവും ലവ് ജിഹാദ് ആരോപണങ്ങൾക്കും വഴിതെളിച്ചു. ഇതോടെ മൊണാലിസയുടെ ഭാഗത്തെ ന്യായങ്ങൾ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു. മൊണാലിസ ഒളിച്ചോടിയപ്പോൾ സനോജ് മിശ്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് താൻ ലവ് ജിഹാദ് പ്രമേയമായ ഒരു സിനിമ എടുക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ 1.5 വർഷമായിട്ടും ഈ സിനിമയുടെ ഒരു പോസ്റ്റർ അല്ലാതെ മറ്റൊരു വിവരവും പുറത്തുവന്നിട്ടില്ല. പൊതുജന പിന്തുണ കിട്ടാൻ വേണ്ടി സനോജ് മിശ്ര നടത്തുന്ന ഒരു തന്ത്രമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്ന ഒരു രീതി ഇയാൾക്കുണ്ടെന്ന് മുൻ കേസുകൾ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മൊണാലിസയുടെ ജീവിതം വലിയൊരു ചതിക്കുഴിയിലായിരുന്നു എന്ന് വേണം കരുതാൻ. സിനിമയും പ്രശസ്തിയും മോഹിച്ചെത്തുന്ന പെൺകുട്ടികൾ എങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. ഫർമാൻ ഖാനൊപ്പമുള്ള ജീവിതം അവൾക്ക് സുരക്ഷിതത്വം നൽകുമോ എന്ന് കാലം തെളിയിക്കണം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായമെന്താണ്? മൊണാലിസ പറയുന്നത് വിശ്വസിക്കാമോ, അതോ ഇതൊരു പുതിയ പബ്ലിസിറ്റി സ്റ്റണ്ടാണോ? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.